ചേച്ചിയല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഞാൻ പണ്ട് വീട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ശിവാനിയുടെ ഫ്രണ്ടാണോ? അല്ല, കേശുവിന്റെ ഫ്രണ്ടാ. ഓ, കേശുവിന്റെ ഫ്രണ്ടാ. അല്ല, ഈ ഫ്രണ്ട്സ് കുറെ പേര് വീട്ടിൽ വരാറുള്ളതുകൊണ്ട് എനിക്ക് പെടുന്ന ആളെ മനസ്സിലായില്ല. പേരെന്തായിരുന്നു പറഞ്ഞേ? ഹരിത. ഹരിത അല്ലേ? ഇവിടെ അടുത്ത താമസം? അല്ല, അവിടെ അടുത്ത് വല്യമ്മയുടെ വീടാ. അവരെ വീടിന്റെ അടുത്ത് ഒരു അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയാണോ താമസിക്കണേ? ആ, നമ്മളാ പഴയ പാറമട വീട്ടിൽ തന്നെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ ഇല്ലാന്ന്. ഞങ്ങൾ എവിടെ പോരാ, ഞങ്ങളിപ്പോ ഇവിടത്തൊക്കെ തന്നെ. ലച്ചു ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. എല്ലാരും പറയാറുണ്ട്. കഴിഞ്ഞോ അമ്പലത്തിലെ പൂജയും പരിപാടിയൊക്കെ കഴിഞ്ഞോ? അപ്പൊ തിരിച്ചു പോവാ? ഇന്ന് പോവും. അല്ല, എന്താ ഇത്ര ധൃതി? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരായിരുന്നോ? വല്യമ്മ പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ആണല്ലേ? എന്നാ പിന്നെ നടക്കട്ടെ. കണ്ടുകാര്യം ഞാൻ കേശുവിന്റെ അടുത്ത് പറയാട്ടാ. ശരി. ചേച്ചി, ഓ, കേശു വീട്ടിലുണ്ടോ? ആ, അവൻ വീട്ടിലുണ്ട്. എന്തേ? അവൻ വലുതായോ? വലുതായോ ചോദിച്ചാ വലുതായി, പക്ഷെ ബുദ്ധി വളർന്നിട്ടില്ല. ഒന്ന് കാണാൻ പറ്റുമോ കേശുവിനെ? അല്ല, മോളല്ലേ പറഞ്ഞേ പോയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്നൊക്കെ. അതല്ല, ഇനി അടുത്ത തവണ വരുമ്പോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അറിയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് അടുത്ത തവണ കണ്ടാ പോരെ? കാലം പോണ പോക്കല്ലേ. ഇന്ന് തന്നെ കാണണമെന്ന് നിർബന്ധ? അവനെ കണ്ടിട്ട് കൊറേ നാളായി. 10 കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല. ആണല്ലേ? എന്നാ പിന്നെ നമുക്ക് വീട്ടിലേക്ക്. അവൻ വീട്ടിലുണ്ടാവും. പോവാം. പച്ചക്കറിയും പിടിക്കും. അയ്യോ വേണ്ട, ഞാൻ പിടിച്ചോളാം. നടന്നോ. ദൈവമേ, നടന്നോ. ഓരോ വള്ളിയും വരുവാണല്ലോ. ഞാൻ സൂത്രം ഉണ്ടാക്കി തരട്ടെ? എനിക്ക് ചിത്രം മതി. ചിത്രം വരച്ചു വരച്ച് ഞാൻ മടുത്ത്. ഞാൻ സൂത്രം ഉണ്ടാക്കി തരാം. എനിക്ക് അറിയത്തില്ല. അല്ലേ അമ്മ എടുക്ക്. എടുക്ക. ഒന്നാമത് അമ്മ നടന്ന് ക്ഷീണിച്ചാണ് വന്നത്. എന്നെ ആരെങ്കിലും എടുക്കുന്നു പറയാ ഞാൻ ഇരിക്കണേ. ചേച്ചി, ഇത്ര ഓടുന്നു അമ്മ? ഇത്ര പെട്ടെന്ന് വരണ്ടായിരുന്നോ? ഇതാരാ? ഇത് വലിയൊരു കഥയാ. ഈ വരാനുള്ളത് വഴി തങ്ങൂല്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, മോളെനിക്ക് വഴിയിൽ വെച്ചാണല്ലോ കിട്ടിയത്. അപ്പൊ ഇങ്ങോട്ടാണല്ലോ. അപ്പൊ വരാനുള്ളത് വഴി തങ്ങി അങ്ങനെ പറഞ്ഞത്. കേശോ, ഒരാളെ കാണിച്ചു തരാം. എടാ കേശു, നിനക്കിന് മനസ്സിലായില്ലേ? മോനെ ആ പേരെന്ന് പറഞ്ഞു കൊടുക്ക്. ഹരിത. 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 എടാ ഹരിത. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ഹരിത. ഇതിനെവിടെ കിട്ടി? അല്ല, ഇതിനെ എവിടുന്ന് കണ്ടു കിട്ടി? ഞാൻ ആ അയ്യപ്പൻ അമ്പലത്തിന്റെ അവിടെ നിന്ന് വഴിഞ്ഞൊഴിക്കേ ആ വഴിയിൽ വെച്ചിട്ട് ലച്ചു ചേച്ചിന്ന് പറയും ബാക്കിൽ നിന്നൊരു വിളി. ആ വിളി കേട്ടല്ലേ? ചേച്ചിന്ന് വിളിച്ച് ആരെങ്കിലും വിളി കേൾക്കുമല്ലേ? ഇതിവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അല്ല, ഹരിത വന്നതല്ലേ, ഹരിതോ അവരൊക്കെ ഇരിക്കുകയല്ലേ, അപ്പൊ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലേ എന്നിങ്ങനെ പറയായിരുന്നു ഹരിത. ഹായ് അമ്മൂമ്മ. ബാക്കില് എന്റെ അമ്മൂമ്മ. ഇത് അമ്മൂമ്മ, ഇത് കനകാന്റി. ഇതാരാ? ഇതോ? ഇത് കേശുവിന്റെ പഴയ ഒരു സ്കൂൾ ഫ്രണ്ടാ. സ്കൂൾ ഫ്രണ്ട്. എന്നാലും കേശുള്ള സമയം കൊള്ളാം. ട്രെയിനിന്റെ ബോഗി വരുന്ന പോലെ ആൾക്കാരിങ്ങനെ വരുന്നത്. ട്രെയിനിന്റെ ബോഗിയൊക്കെ എന്താ അങ്ങനെ പറഞ്ഞേ?
അല്ല ഈയിടെയായിട്ട് ഇവന്റെ കുറച്ച് സ്കൂളിലെ അല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലടാ ഒള്ളി ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ല. അങ്ങനൊന്നും ഇല്ലല്ലോ. ചീനു വരാറുണ്ടല്ലോ. ചീനു വരാറുണ്ട്. ഹരിതയ്ക്ക് സുഖമല്ലേ? ആ സുഖം തന്നെ. മോള് എവിടെ താമസിക്കുന്നേ? അമ്മമ്മ ഞാൻ ആദ്യം ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നെ, പിന്നെ വരാപ്പുഴ എന്ന സ്ഥലത്തേക്ക് മാറി. അത് അമ്മൂമ്മേ ഹരിതയുടെ ആരുടെ വീടായിരുന്നു? വല്യമ്മ. ആ വല്യമ്മയുടെ വീട് ഇവിടെ അടുത്തുണ്ടേ, അപ്പൊ അവിടെ വന്നതാ കൊച്ചി. അപ്പൊ അവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ കൂടാന്ന് വെച്ച്. ആരും വല്ലാത്ത അതിശയായി പോയി കേട്ടാ ഇത്. അതെ അതെ, തീരെ പ്രതീക്ഷിക്കാത്തവരെ കടുപ്പിച്ച് വന്ന് കേറുവാണല്ലേ കേശു. തീരെ പ്രതീക്ഷിക്കാത്തവരെ കടുപ്പിച്ചു വന്ന് കയറാന്നോ? എന്താ ചേച്ചി പ്രശ്നം? ஒரு பிரச்சனையும் இல்ல. இப்போ கேசோட ஃப்ரெண்ட்ஸ் எல்லாம் அடிக்கடி இப்ப வந்துட்டு போயிட்டு இருக்காங்க, அதனால சொன்னது. ഒള്ളി ഗേൾ ഫ്രണ്ട്സ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.